എവിടെയാണ് പണി? അതെ വിലയിടണോട്ട് തേങ്ങ വെച്ച് പെറുക്കി കൂട്ടാൻ ഓ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. പണി എവിടെ ഉണ്ട്? ഇത് എണ്ണക്കടിയല്ലേ, എണ്ണ വേണ്ട. ചായ വേണ്ടി വരൂല്ലേ? പിന്നെ ചേടെ ഞാൻ അന്യം തന്നെ മുക്കത്തങ്ങാടി മുഴുവൻ തന്നെ ഇവിടെ നോക്കിയിരിക്കാം. ആ കുറച്ച് പണി ആടെ പോയിന്നാ. എന്തേ എവിടെ പണിന്ന്? ആ അപ്പുറത്ത് കുറച്ച് തേങ്ങയൊക്കെ വെച്ചുകൂട്ടാൻ ചായ ഉണ്ടേ. ചായ വേണം. ഒരു 500 കണ്ടാവോ? 500? ആ എന്റെ പൈസ ഒന്നുമില്ല. ഞാൻ 500 കൊണ്ട് പുരേന്ന് ഇറങ്ങിയാ മരുന്നിലെത്തിയോണ്ട് രതീഷ് ഉണ്ട്. പറയട്ടെ, രതീഷ് ഉണ്ട്. കുട്ടി സുഖമില്ലാന്ന് പറഞ്ഞാട്ട് ഓനിപ്പോ കുറച്ചേര് പണിക്കും പോയില്ല. ആ 500 ഓനും കൊടുത്തു. പിന്നെ 4 ലക്ഷമായി പൈസ ഒക്കെ ഓർമ്മ ഉണ്ടായിട്ട് തരും. എപ്പ തരൂ? എൺപത് കൂട്ടിയെന്നാ അവര്. ആ തരൂ തരൂ. എനിക്ക് ഓർമ്മ ഉണ്ട്. 4 ഗ്ലാസാ 500 വെച്ചാങ്ങി. ആ അങ്ങനെ ഓർമ്മയുള്ളൂ. ഒരു 500 തന്നാളാ. 500 അല്ലേ? അത് തരും. ഒക്കെ ഓർമ്മ ഉണ്ടാവണോ? ഒക്കെ ഓർമ്മ ഉണ്ട്. ഓർമ്മല്ലേ ഒക്കെ പോയി. അത് തന്നെ 500 റുപ്യല്ലേ എടുക്കാന്ന്. വാങ്ങും പോലെ തരാനുള്ള ബോധം ഉണ്ടാവണം കേട്ടോ. ആയിക്കോട്ടെ, 500 റുപ്യല്ലേ. അങ്ങെടുത്തോ, ഒരു ചായ എനിക്ക് കൊടുത്തോ. ഓർഡർ ആയോ? ചായ കൊടുത്തിട്ട് കഴിക്കും. എല്ലാരും ഉണ്ടല്ലോ. അല്ല, ഞങ്ങളെ പറ്റി ഇങ്ങനെ പറയാ. എന്താ വർത്താനം എന്നിട്ട്? എന്ത് വർത്താനം? അങ്ങനെയൊക്കെ പോണം. അല്ല, എവിടെ ഇപ്പൊ പണി? അതിവിടെ വിലന്ന് കുറച്ച് തേങ്ങ വെച്ച് വിട്ടാണ്ട്. തേങ്ങക്ക് ഇപ്പൊ നല്ല വില ഉണ്ടല്ലോ. തേങ്ങ വില ഉണ്ടായിട്ടുണ്ടോ? തേങ്ങ വേണ്ടേ? ശരിയാണ്, വില ഉണ്ടാവുമ്പോ തേങ്ങ ഉണ്ടാവില്ല. ഒരു തേങ്ങ ഇല്ലാത്ത ഇവരൊക്കെ എന്ത് തേങ്ങ? തേങ്ങ ഇപ്പൊ എവിടെ ഇല്ല. മോൻ വലിയൊരു തേങ്ങക്കാരനെ. എന്നാലേ ഞാൻ പോയിരാ, കുറച്ചുകൂടി പണിയുണ്ട്. ആയിക്കോട്ടെ, പണി ഒഴിവാക്കണ്ട. പിന്നെ എത്ര ഓന്റെ കഥ? ഓനൊരു പെയിന്റിങ്ങാരനാ. ഓന് പെയിന്റിങ്ങിന്റെ പണിക്ക് പോയാൽ മതി. ഓന് രാവിലെ ആരൊന്ന് വിളിച്ചാല് തേങ്ങ ഇറക്കി കൂട്ടാൻ വിളിച്ചാൽ അതിനാട്ട് പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോ കക്കൂസ് നീക്കാൻ വിളിച്ചാൽ അതിനും പോകും. അതുപോലെ തൊഴിലുറപ്പാരപ്പുറം എല്ലാ പണിക്കോട് പോകും. പണി കഴിഞ്ഞ് ഒന്ന് ഉച്ച ചോറ് നിർത്തി കടന്നു തുടങ്ങിയാൽ പോരെ. വേറെ ഒരു പണിക്ക് വെച്ചാൽ വൈകുന്നേരം വരെ അതിനും പോകും. ഒരു മനുഷ്യന് ഒരു സ്ഥിരം ഒരു പണി വേണം. നല്ലോണമാണ് ഓന് പെയിന്റിങ്ങിന്റെ പണി, അതിന് പോയാൽ മതി. ഇതിങ്ങനെ മനസ്സിനെ പറയിപ്പിച്ചാൽ എല്ലാ പണിക്കും പോണോന്. എന്നാലോ ഒരു 10 റുപ്യ കടഞ്ഞു വെച്ചാൽ ഔദ്യോഗികമാണ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മാഷേ? ഇജാതി അർപ്പന്മാരുടെ വർത്തനം കേൾക്കാൻ പണിയെടുത്തോ? ഒരു പണിക്കും പോലെ രാവിലെ തന്നെ പള്ളമിൽ കാലും കൊളുത്തി ഇറങ്ങിയോളൂ. അല്ല, ചായ കുടിച്ച് ചേച്ചാട്ട് ഇജാതി വർത്തനം പറയാന് ആരോട്ടെ. പോയില്ല. ഈ പിന്നെയും പണി കഴിച്ച് ചായ കുടിക്കാൻ വന്നില്ലേ? വലിയ വർത്താനം മുഴുവൻ പറഞ്ഞു തീർന്നാണ്. ഞാൻ പോയാലോ? എന്നാല് ഞാനാക്കാം. എന്നായിക്കോട്ടെ. എന്നായിക്കോട്ടെ. പിന്നെ പൈസ കൊടുത്തോളൂ കേട്ടോ. ആ മൂപ്പർ കൊടുത്തോളൂ. പൈസ അല്ലേ? ഏത്താപ്പ എനിക്ക് മൂപ്പർ ചായ കുടിച്ചാലേ എനിക്കെന്താ പറ്റൂ? അല്ല, ആ മനുഷ്യന്മാർ അങ്ങനെയൊക്കെ നാട്ടിൽ കൂടി ചായ അങ്ങനെ കുടിച്ചാലൊക്കെ അല്ലേ? ആ കൊടുത്താളി. അത് ഞാൻ കൊടുത്തോളാം. ആ സ്ഥലം ആ ഓൻ അങ്ങനൊക്കെ വരും. ആ സ്ഥലം കൊടുത്താളി. പിന്നെ ഞങ്ങളത് 3 എത്രയായി? നിങ്ങളത് 3 ചായ 30 റുപ്യ. എവിടെ ഗൂഗിൾ ചെയ്യാ? എല്ലാരും പൈലിട്ട് മെസ്സേജ് ഒരു പൈസ 30 പറഞ്ഞേ. പലയിടത്തും പൈസ ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെയാണല്ലോ. 30 ലക്ഷം ഗൂഗിൾ പേ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ കൊടുത്തിട്ടാ. ശരി. പിന്നെ ചായന്റെ 10 റുപ്യ കൊടുക്കാൻ എന്റെ ഇല്ലായിട്ടല്ല, എന്റെ ചായന്റെ 10 റുപ്യ കൊടുക്കാൻ ഞാൻ കൊടുക്കല്ലേ. മക്കള് 3 ഗൾഫിലാ. ലക്ഷക്കണക്കിന് ഉറുപ്പ്യാണ് ഓരോ മാസവും വരുന്നത്. ഒരു 10 റുപ്യന്റെ ഉപകാരം ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ടാ പൈസ കൊടുക്കാൻ പറഞ്ഞേ. എങ്ങനെയും 10 റുപ്യ ചെലവായിക്കോട്ടെ. മനുഷ്യൻ എന്തോ ചെലവാണ്ടേ? അല്ലെന്ന്. പിന്നെ ചായ അടിക്കാൻ വന്നാണ് മര്യാദക്ക് ചായ അടിച്ചു പോകണം. അല്ലാണ്ട് കണ്ടോനെ ഇറച്ചി തിന്നാണെങ്കിലേ മേലിൽ കിട്ട് വരുന്നത് മനസ്സിലാക്കി. ഓരോന്നിനും രാവിലെ തന്നെ കെട്ടിയെടുത്തോളും. 10 റുപ്യ കച്ചവടം ചെയ്ത സമയത്ത് ഓടുന്നു ഇജാതി സ്വഭാവമായിട്ട് മേലി വയ്ക്കുമല്ല കാല പൊട്ടു.
ജെ.കെ. മുക്കോ എന്തൊക്കെ വർത്താനൊക്കെ ആ സുഖം തന്നെ. എന്താപ്പോ സിനിമയൊന്നും ഇല്ലേ? ഉണ്ട് ഓൺഗോയിങ്ങാ നടന്നോണ്ടിരിക്കുക. മുടിയൊക്കെ എന്താക്കിയത്? ഹാ ഇതൊക്കെ ഇപ്പത്തെ ട്രെൻഡ് അല്ലേ? ഒക്കെ ചോപ്പിച്ചുണ്ടല്ലോ. ഇതാ ട്രെൻഡ്. എല്ലാരും കർപ്പിച്ചല്ലേ? അല്ല എവിടെ പോണത്? ഞാനൊരു ചായ കുടിക്കാം. എവിടെ പീടിയല്ലോ? ഇവിടെ പഴയ പീടിയല്ലേ? പൊന്നാര ചങ്ങ യാടന്ന് പോയി ചായ കുടിച്ച് പള്ള വടക്കാക്കല്ലേ? ഓന് ഇടുന്ന വെള്ളം എടുക്കണം അറിയാൻ ഇവിടുന്ന ഓന്റെ കിണറിന്റെ നേരെ അങ്ങേ പുറത്ത് കക്കൂസും കുയ്യ ആന്ന്. ഓ പഴയ നല്ല ചായക്കാരനല്ലേ? എന്ത് ചായ? ഞാനിപ്പോ പറഞ്ഞ ചായ കുടിച്ചാൽ കയറി മാനക്കെട്ട് ഇറങ്ങി പോകുന്ന ചായ പാർന്ന് ചായ വെച്ചിരുന്നു മണത്തിട്ട് ഓന്റെ മോതമ്മല് പാർന്ന് വരികപ്പ ഞാൻ. എനിക്ക് നല്ല ചായ വേണം. താ നേരെ ഇങ്ങേപ്പത്ത് ചായ പൊടി ഉണ്ട്, ഞാൻ കാട്ടിയരാ. ആട്ടടക്ക് ഓന്റെ കളി ഇന്നോട് കക്കൂസും കുയ്യില് ഉണ്ടാക്കൂല ഞാനവിടെ.